അവൻ അങ്ങനെ എങ്ങനെയാ മരിച്ചത്? നീ അടുത്ത് നിന്ന് നല്ലോണം നോക്കണമായിരുന്നു. അവൻ മരിക്കാൻ മാത്രം എന്താ സംഭവിച്ചത്? അദ്ദേഹം ആത്മഹത്യ ചെയ്തതല്ല അച്ഛാ, ഞാനാ കൊന്നത്. ഈയിടെയായിട്ട് കറക്കം കുറച്ച് കൂടുതലാണല്ലോ. എന്നെ ഒന്ന് മൈൻഡ് ചെയ്യാൻ പോലും നിനക്ക് സമയമില്ല. എന്റെ ജോലിയും എന്റെ മേലിൽ നീ വെച്ച സ്നേഹവും രണ്ടും ഒരുമിച്ച് തന്നെ പോയല്ലേ. അത് പിന്നെ അങ്ങനല്ലേ, ഭർത്താവിന് ജോലിയില്ലാതായാൽ സ്വന്തം ഭാര്യയ്ക്ക് പോലും വേണ്ടാതാവും. പിന്നെ അന്ന് നീ ഒരു ജോത്സ്യനെ കാണാൻ പോയില്ലേ? അയാൾ എന്താ പറഞ്ഞത്? അതിന് ഞാനെപ്പോഴാ പറഞ്ഞത് പോയിരുന്നു? അത് പിന്നെ നിന്നെ പോലെ നാട്ടുമ്പുറത്തുനിന്ന് വന്ന പെണ്ണുങ്ങൾക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ വേറെന്താ ആലോചിക്കാൻ തോന്നുന്നു? ശരിക്കും നിങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു? എന്നെ എന്തിനാ തല്ലുന്നത്? ചെന്ന് നിന്റെ ഭർത്താവിനെ തല്ലു പോ. നിന്റെ അടുത്ത് ഇങ്ങനെ പറയാൻ പറഞ്ഞ് നിന്റെ ഭർത്താവാണ് എനിക്ക് കാശ് തന്നത്. ഞാൻ വിഡ്ഢി തന്നെയാണ്, പക്ഷെ ഈ കാര്യത്തിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിന്റെ ഭർത്താവ് പറയാൻ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. പോയി നിന്റെ ഭർത്താവിനെ തല്ല്. ഓഹോ, അയാളെല്ലാം പറഞ്ഞല്ലേ? കഴിവറണം. എത്ര കഷ്ടപ്പെട്ട് പ്ലാൻ ചെയ്തതാ, എന്നിട്ട് അവനെല്ലാം തുറന്നു പറഞ്ഞിരിക്കുന്നു. ശരി, സാരമില്ല. എന്തായാലും കാര്യം നീ അറിഞ്ഞ സ്ഥിതിക്ക് ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് നിനക്ക് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. പറഞ്ഞുതരാം. ദേ നോക്ക്, നീ കാണാൻ നല്ല സുന്ദരിയാണ്, സത്യമായിട്ട് സുന്ദരിയാണ്. നിന്റെ സൗന്ദര്യം നിനക്കൊരു പ്രശ്നമാണെങ്കിൽ അതിൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എന്റെ HR-ന് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ആ പാവം എന്നോട് തന്നെ ആഗ്രഹം പറഞ്ഞു. ആ ഫീലിംഗ് തെറ്റാണ്. ഇല്ലില്ല, വളരെ വലിയ തെറ്റാണ്. പക്ഷെ എനിക്കത് തെറ്റായി തോന്നിയില്ല. സോറി സാർ, ഞാൻ അങ്ങനെ പറഞ്ഞതിന്. സാറ് ഫ്രണ്ട്സിന്റെ മുമ്പിൽ വെച്ച് അങ്ങനെ ചോദിച്ചപ്പോ എനിക്കങ്ങനെ റിയാക്ട് ചെയ്യേണ്ടി വന്നു. നിങ്ങൾ ആഗ്രഹിച്ച ഹോട്ട് ആൻഡ് സെക്സി സാറിന് വേണോ? എങ്ങനെയാന്ന് ചോദിച്ചാൽ എങ്ങനെയാ? എന്റെ ശമ്പളം 1 ലക്ഷം അല്ലേ, അത് 2 ലക്ഷമായിട്ട് മാറ്റിയാൽ മതി. എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് തരാം. കൂടുതലായിട്ടൊന്നും ആലോചിക്കാനില്ല. ഞാനൊരു അനാഥനായ പയ്യനാണ്. എനിക്ക് മണി എന്ന ഇമോഷൻ അല്ലാതെ വേറെ ഒരു ഇമോഷനും ഇല്ല. ഇതാണ് സിറ്റുവേഷൻ. നീ ആ ജോൽസിനെ കണ്ടിട്ട് വന്നതിന് ശേഷം HR-ന്റെ കൂടെ കിടക്കുമെന്ന് വിചാരിച്ചപ്പോ അതും പാഴായി പോയി. ദേ ഇവിടെ ഈ ചുമരന്റെ അപ്പുറത്ത് തന്നെ ഞാനുണ്ടായിരുന്നു. അവിടെ എന്തെങ്കിലും നടക്കുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ പേടിയല്ലേ, ചേട്ടാന്ന് വിളിച്ച് എല്ലാം നശിപ്പിച്ചു. ഒന്നിനും കൊള്ളാത്തവൾ. സത്യത്തിൽ ഞാൻ എത്ര കഷ്ടപ്പെടുന്നു നിനക്കറിയാവോ? നീ ആ ജോൽസിന്റെ അടുത്ത് തന്നെ പോണെന്ന് പറഞ്ഞൊരു ഓട്ടോ സെറ്റ് ചെയ്ത്, ഞാൻ പറയുന്നത് പോലെ തന്നെ അവനെ കൊണ്ട് പറയിക്കാൻ കാശും കൊടുത്ത് സെറ്റ് ചെയ്ത്, ഇത്രയും ദിവസം ജോലി പോയെന്നും പറഞ്ഞ് നിന്റെ അടുത്ത് അഭിനയിച്ച്, സത്യത്തിൽ എനിക്ക് എത്ര മെന്റൽ സ്ട്രെസ് ആവുന്നുണ്ടെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് പോടി. അതുകൊണ്ട് ഇനിയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി ഞാൻ പറയുന്നത് പോലെ ചെയ്യാം. സുന്ദരി, എന്താ കാണിക്കുന്നത്? സുന്ദരി, ഞാൻ പറയുന്നത് കേക്ക്. കൂട്ടിക്കൊടുക്കുന്ന നീ ഒരു ആണാണോടാ? എന്തിനാണ് ഓവറാക്കുന്നത്? ഞാൻ നിന്റെ ഭർത്താവാണ്, നിന്റെ ഭർത്താവ്.
മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് പോലെ ചെയ്യും. എടി, മാസം 2 ലക്ഷമാണ്. അതിനു വേണ്ടിയല്ലേ നിന്നോട് ഇതൊക്കെ ചെയ്യാൻ പറയുന്നത്. നിനക്ക് മനസ്സിലാവുന്നില്ലേ? പക്ഷെ ഒരു കാര്യം ചെയ്താൽ കിട്ടും. നീ ആ ഒരു കാര്യം ചെയ്താൽ നമുക്ക് കിട്ടും. ഇതിൽ എന്ത് തെറ്റാ ഉള്ളത്? നീ നാട്ടുമ്പുറം ആയതുകൊണ്ടാണ് നിനക്ക് ഇതൊക്കെ വലിയ കാര്യമായിട്ട് തോന്നുന്നത്. ഇത് വളരെ ചെറിയ കാര്യമാണ് സുന്ദരി, വളരെ ചെറിയ കാര്യം. ഇനി ഈ കാര്യത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. മാറ്റർ നിനക്ക് എന്തായാലും പിടികിട്ടിയില്ലേ? ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞു. ഈവനിങ് അയാൾ വരും. അയാൾക്ക് വേണ്ടത് നീ കൊടുക്കണം, എനിക്ക് വേണ്ടത് അയാൾ തരും. പറ്റില്ലെന്ന് പറഞ്ഞാലുണ്ടല്ലോ, കൊന്നുകളയും ഞാൻ. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. മനസ്സിലായില്ലേ? എത്ര വലിയ വീടാ സുന്ദരി. അത്രയും കാശ് കിട്ടിയാൽ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ശരിക്കും ഒന്ന് ആലോചിക്കേ. നീ സമയമെടുത്തോ. നിനക്ക് എത്ര വേണമെങ്കിലും സമയമെടുത്തോ. നല്ലപോലെ ആലോചിക്കേ. ആലോചിക്കേ. എന്ത് തീരുമാനിച്ചു? എന്ത് പണിയാ മോളെ നീ കാണിച്ചേ? അവൻ അത്രയ്ക്ക് ചീത്തയായിരുന്നെങ്കിൽ പോലീസിലോ ഞങ്ങളോടോ പറയായിരുന്നില്ല. നീ എന്തിനാ കൊന്നത് മോളെ? ഭർത്താവാണെങ്കിൽ കുടുംബം പോറ്റണം. അതേ ഭർത്താവ് വേറൊരാളുടെ കൂടെ കിടക്കാൻ പറഞ്ഞ അതാരോടും പറയേണ്ട ആവശ്യമില്ല. കൊന്നേ തീരൂ. ഇത്രയൊക്കെ ആയിട്ടും നീ മാത്രം എന്തിനാ ജീവനോടെ ഇരിക്കുന്നത്? നാളെ ഈ കാര്യം പോലീസ് അറിയും, പിന്നീട് നാട് മുഴുവൻ അറിയും. ഇനി നീ ജീവിച്ചിട്ട് എന്ത് ചെയ്യാനാ? ഇല്ല അച്ഛാ, എനിക്ക് ജീവിക്കണം. ആർക്ക് വേണ്ടി? എന്റെ വയറ്റിലുള്ള കുഞ്ഞിന് വേണ്ടി.